പോലെ എന്തേലൊക്കെ മിണ്ടി പറഞ്ഞു ഇരി. അതെന്തുവാടാ, നമ്മള് നാട്ടിൽ നിന്ന് ഗൾഫിൽ വന്നപ്പോ ഇവനൊക്കെ കരച്ചിലും പിരിച്ചിലുമായിരുന്നു. ഇപ്പതേ മിണ്ടാൻ വയ്യച്ചിട്ടായിരുന്നു. ആ മതിടാ, മതി മതി, നമ്മൾ ഇവിടെ ഇരുന്നോളാം. ശരി. എടാ, ഇവിടെ നമുക്ക് മാത്രമേ ഉള്ളൂ ഒറ്റപ്പെടൽ, നാട്ടിയവന്മാർക്ക് ഒറ്റപ്പെടലില്ല, മനസ്സിലാക്ക്. ഞാൻ ഗൾഫിൽ വരാൻ നേരത്ത് നിന്റെ പെട്ടി കയറിയിരുന്ന കൂടെ വരാൻ പറ്റുമോ അളിയാന്ന് ചോദിച്ചവന്മാരെ ഇപ്പൊ മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം മിണ്ടുന്നെങ്കിലും ചെയ്യുന്നില്ലേ? കുറച്ച് കഴിഞ്ഞാൽ അതും നിൽക്കും. ലാസ്റ്റ് വിളിച്ചാ പോലും എടുക്കൂല. അവസാനം ആരെ വിളിക്കും? പടച്ചോനെ. ഇതാണ് പറയുന്നത്, കറക്റ്റ് സമയത്തിന് കല്യാണം കഴിച്ച പൊണ്ടാട്ടിയെങ്കിലും വിളിച്ച് കൊഞ്ചിച്ചോണ്ടിരിക്കുക. ഈ ലീവിന് പെണ്ണ് കിട്ടുന്നതിന്റെ അഹങ്കാരമായിരിക്കും. അഹങ്കാരമല്ല, അത്ഭുതമാ. പണ്ടത്തെ പോലെ ഗൾഫുകാർക്കൊന്നും ഒരു ഡിമാൻഡും ഇല്ല നാട്ടില്. ഇല്ലേ? ഇല്ല. പണ്ട് ഗൾഫുകാരനെന്ന് പറഞ്ഞാൽ പെണ്ണിനെ അടുത്ത് കൈ തരുമായിരുന്നു. ഇപ്പൊ 100 കൂട്ടം ചോദ്യങ്ങളാ. ഗൾഫിലെവിടാ? മസ്കറ്റിലാണോ? മസ്കറ്റ് മോസ്കിറ്റോ അടിച്ചിരിക്കുകയാണോ? ഇതിനെല്ലാം ഉത്തരം കൊടുക്കണം. ഫാത്തിമയുടെ വീട്ടിൽ പോയി ഗൾഫുകാരനാന്ന് പറഞ്ഞ് പെണ്ണ് വയ്ക്കാൻ നിന്ന് ഞാനിപ്പോ ആരാ ഷിയാബിക്ക? എടാ, ഇവിടെ വന്നൊരു 10 കൊല്ലം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്ത് കേറി വരണ്ടായിരുന്നു. 10 കൊല്ലം എടുക്കുമോ മനസ്സിലാക്കാൻ? നിനക്ക് അബ്ദുൽ ഖാദറിനെ അറിയാവൂ? ഇല്ല. ആരാ? പണ്ട് അവൻ എൻ്റെ കൂടെ പേർഷ്യ വരാൻ നേരം അവന്റെ കീശയിൽ 2 ദിർഹം ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ അതുപോലും ഇല്ലാതെ ഇന്നലെ ചന്തയിൽ നിൽക്കുന്നറാ. കണ്ടാ കടം ചോദിക്കും. അതുകൊണ്ട് ഞാൻ വേണ്ടിയില്ല. ഗൾഫിൽ കയറി രക്ഷപ്പെടാൻ വന്നവന്റെ അടുത്ത് പറയുന്ന കഥയൊക്കെ അത്. അതേക്ക ഈ പെണ്ണ് കെട്ടാൻ വേണ്ടി നാട്ടിൽ പോകുമ്പോഴേ പെണ്ണിന്റെ വാപ്പാക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് കൊടുക്കണം. തോടുള്ള അണ്ടിപ്പരിപ്പ് വാങ്ങിക്കോളൂ. എന്തിനേക്കാ? ഇരുന്ന് തൊലിക്കട്ടങ്ങേരി. അധികം മരുമോനാന്ന് അറിഞ്ഞപ്പോഴേ അങ്ങേര് തൊലിച്ച്. പെണ്ണ് കെട്ടിയിട്ട് നിന്റെ പ്ലാൻ